ഹലോ ഒരുവൺ എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സിയാച്ചിൻ ഗ്ലേഷ്യർ, പാർക്കിൻസൺസ് ഡിസീസ്, ഡീംഡ് ഫോറസ്റ്റ്, പബ്ലിക് സേഫ്റ്റി ആക്ട്, ഇന്ത്യാസ് ആർട്ടിക് ഇംപെരേറ്റീവ്, ഡെവലപ്പിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് എൽ ഫാഷർ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യറിനെ കുറിച്ചാണ്. ഈ സിയാച്ചിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, ഇന്ത്യ സിയാച്ചിൻ ഗ്ലേഷ്യർ പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു 40 വർഷം ഈ കഴിഞ്ഞ ഏപ്രിൽ 13 പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ സിയാച്ചിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി നടത്തിയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറയുന്നത്. ഒഫീഷ്യലി ഇപ്പോഴും ഈ ഓപ്പറേഷൻ മേഘ്ദൂത് അവസാനിച്ചിട്ടില്ല. ഈ ഓപ്പറേഷൻ മേഘ്ദൂതിൻ്റെ 40ാം വാർഷികമായിരുന്നു 2024 ഏപ്രിൽ 13 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 സിയാച്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സിയാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിയാച്ചിൻ്റെ ഒരു കേസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിയാച്ചിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാൻ്റെ ഒക്കെ ക്ലെയിം ചെയ്യുന്ന ഈ കാശ്മീർ റീജിയനിലെ ഒരു അൺഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലേഷ്യൽ റീജിയനാണ് ബേസിക്കലി സിയാച്ചിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ യുദ്ധമാണ് 1947-49 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് കാശ്മീർ വാർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കാശ്മീർ വാറിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കാശ്മീർ വാർ അവസാനിക്കുന്ന സമയത്ത് കാശ്മീരിൻ്റെ ഏകദേശം 1/3 ടെറിട്ടറി പാകിസ്ഥാൻ്റെ കൺട്രോളിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ POK എന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഈ POKക്കും അതുപോലെ തന്നെ ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീരിനും ഇടയിൽ ഒരു തൽക്കാലത്തേക്ക് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ബോർഡർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സീസ് ഫയർ ലൈൻ എന്നാണ്, അല്ലെങ്കിൽ CFL എന്നാണ്. അപ്പോൾ ഈ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന കാശ്മീരിൻ്റെ ഭാഗങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ സീസ് ഫയർ ലൈൻ നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ സീസ് ഫയർ ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1947-49 യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും കൂടി സൈൻ ചെയ്ത കറാച്ചി എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കറാച്ചി എഗ്രിമെൻറ്റിലോ അതല്ലെങ്കിൽ പിന്നീട് 1972 ഈ സീസ് ഫയർ സീസ് ഫയർ ലൈനിനകത്തൊരു മാറ്റം വന്ന് ഇത് LOC ആയിട്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ലൈൻ ഓഫ് കൺട്രോൾ ആയിട്ട് മാറുന്നത്. 49 കറാച്ചി എഗ്രിമെൻറ്റിലോ അല്ലെങ്കിൽ 72 ഷിംല എഗ്രിമെൻറ്റിലോ സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ രണ്ട് എഗ്രിമെൻറ്റുകളിലും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഈ കാശ്മീർ റീജിയനിലുള്ള അവസാനത്തെ ബോർഡർ പോസ്റ്റ് എന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ സൗത്ത് വേർഡ്സ് കിടക്കുന്ന ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക നമ്പറിൽ പറയുന്നൊരു പോസ്റ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഈ ബോർഡർ കണ്ടിന്യൂ ചെയ്യും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ റീജിയൻ എന്ന് പറയുന്നത് ഹൈലി മൗണ്ടൈനേഴ്സ് ആയിട്ടുള്ള ടെറേനാണ്, ഗ്ലേഷ്യർ ആണ്. നമ്മുടെ ആർട്ടിക് റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നാണ്. അവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ ലൊക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചൈനയ്ക്കും അതുപോലെ തന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീരിനും ഇടയിൽ കിടക്കുന്ന ഒരു ട്രൈ ജംഗ്ഷനാണ് ശരിക്കും ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അതുകൂടാതെ പാകിസ്ഥാൻ 1963 പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ഭാഗമായിട്ടുള്ള ഷാക്സ്ഗം വാലി എന്ന് പറയുന്നൊരു വാലി ചൈനക്ക് സീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷാക്സ്ഗം വാലിക്കും അതുപോലെ തന്നെ ഈ ചൈന ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള അക്സായ് ചിന്നിനും ഇടയിലും കൂടിയാണ് ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ കിടക്കുന്നത്. ഇത്തരത്തിലുള്ള കുറേ കാരണങ്ങളാൽ ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൊക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സിയാച്ചിൻ ഗ്ലേഷ്യറിന് വലിയ ഇതിലുള്ള സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് 1970 അവസാനമാകുമ്പോഴേക്കും അല്ലെങ്കിൽ 80 തുടക്കത്തിൽ പാകിസ്ഥാൻ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്കുള്ള സിവിലിയൻ ആക്ടിവിറ്റീസ്, ഈ മൗണ്ടനറിങ് പോലുള്ള കാര്യങ്ങൾക്ക് ആളുകളെ കൂടുതലായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനും അവിടെയുള്ള ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാനും തുടങ്ങുന്നുണ്ട്. അത് പിന്നീട് 80-84 ആകുമ്പോഴേക്കും പാകിസ്ഥാൻ ഗ്രാജുവലി ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ഒക്യുപ്പൈ ചെയ്യാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ മേഘ്ദൂതിലൂടെയാണ് ഈ സിയാച്ചിൻ ഗ്ലേഷ്യറും ഗ്ലേഷ്യറിലെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാസസും, ഇപ്പോൾ സാൾട്ടോറോ റിഡ്ജ് എന്നൊക്കെ പറയുന്ന റിഡ്ജ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രദേശങ്ങളും ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മൗണ്ടൻ പാസസ് എല്ലാം തന്നെ ഇന്ത്യ സെക്യൂർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ ചില ഭാഗങ്ങൾ, ഈ പാകിസ്ഥാൻ്റെ സൈഡിൽ കിടക്കുന്ന ചില ഏരിയാസ് പാകിസ്ഥാനും ഈ സമയത്ത് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിടിച്ചെടുത്ത സമയത്ത് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സിയാച്ചിൻ ഗ്ലേഷ്യറുമായിട്ട് ബന്ധപ്പെട്ട് സീസ് ഫയർ എഗ്രിമെൻറ്റ്സ് ഒന്നും നിലവിലില്ലാത്തതുകൊണ്ട്, കാരണം ഇത് ആരുടെയാണ് എന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇതിനു മുമ്പ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിലുള്ള ബാക്കിയുള്ള LOC ഒക്കെ സമാധാനപരമായിട്ട് നിൽക്കുന്ന സമയത്തും സിയാച്ചിൻ ഗ്ലേഷ്യറിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പട്ടാളക്കാർക്കിടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക നിത്യസംഭവമായിരുന്നു. അത് പിന്നീട് അവസാനിക്കുന്നത് 2003 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈൻ ചെയ്ത ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പോൾ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഈ അതിർത്തി മേഖലനെ നമ്മൾ വിളിക്കുന്നത് ബേസിക്കലി ലൈൻ ഓഫ് കൺട്രോൾ എന്നല്ല, പകരം ആക്ച്വൽ ഗ്രൗണ്ട് പൊസിഷൻ ലൈൻ എന്നാണ്, അല്ലെങ്കിൽ AGPL എന്നാണ്. സോ ഇപ്പോൾ ഈ AGPLനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നത് 2003 അപ്പോൾ അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ LOCയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും അല്ലെങ്കിൽ ഫയറിംഗ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഈ AGPL ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന സിയാച്ചിൻ ഗ്ലേഷ്യർ എന്തുകൊണ്ട് ഇന്ത്യക്ക് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഒക്കെ ഇടക്കാലത്ത് പുള്ളി നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, ഈ 84 ശേഷം ഏകദേശം 800ഓളം ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ മരണപ്പെടുന്നതിൽ മെജോറിറ്റിയും ഇവിടുത്തെ തണുപ്പും അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസും കാരണമാണ് ഈ സൈനികർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി എന്തുകൊണ്ടാണ് ഈ നോമാൻസ് ലാൻഡ് ആയിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്കണോമിക് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാത്ത, ആൾതാമസം ഇല്ലാത്ത ഈ പ്രദേശത്തിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ കാരണം കിട്ടുന്ന ചില അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ ഭാഗമായിട്ടുള്ള സാൾട്ടോറോ റിഡ്ജ് എന്ന് പറയുന്ന റിഡ്ജ് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആയിട്ടുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാനെ ഓവർലോക്ക് ചെയ്യുന്ന രീതിയിലാണ് കിടക്കുന്നത്. അതായത് നമുക്ക് ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ പ്രധാനപ്പെട്ട റോഡുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിരീക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത് കാശ്മീരിൽ നിന്ന് ലേയിലേക്കുള്ള, കാർഗിൽ വഴി ലേയിലേക്കുള്ള പ്രധാനപ്പെട്ട ചില റോഡുകളുടെ നോർത്ത് വേർഡ്സ് ആയിട്ട് കിടക്കുന്നതാണ്. സോ അപ്പോൾ ആ ഒരു ഏരിയനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാകിസ്ഥാൻ 1963 ചൈനക്ക് സീഡ് ചെയ്തിട്ടുള്ള പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഈ ഷാക്സ്ഗം വാലി. ഈ ഷാക്സ്ഗം വാലിനെ നമുക്ക് സർവൈലൻസിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പാകിസ്ഥാനെയും ചൈനയെയും കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ചൈനയെയും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെയും കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മൗണ്ടൻ പാസ് ആണ് കാരക്കോറം പാസ് എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാരക്കോറം പാസിനെ നിരീക്ഷിക്കാനും ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ കൊണ്ട് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പാർക്കിൻസൺസ് ഡിസീസ് ആണ്. സോ ഈ പാർക്കിൻസൺസ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജീൻ വേരിയന്റ് ടൈഡ് ടു പാർക്കിൻസൺസ് മേ ഓൾസോ ഷോ എ വേ ടു ബീറ്റ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ബേസിക്കലി ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾഷിമേഴ്സ് ഒക്കെ പോലെ തന്നെ ഇതൊരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ചികിത്സാ രീതികളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനെ റിവേഴ്സ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ മരുന്നൊന്നും ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് ചില ഹോപ്പിനുള്ള വഴിയുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് പാർക്കിൻസൺസ് ഡിസീസ് എന്നൊന്ന് മനസ്സിലാക്കി. ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് ഈ അസുഖം ആളുകളെ കീഴ്പ്പെടുത്താൻ തുടങ്ങുക. സോ പ്രോഗ്രസീവ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. സോ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെർവ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെർവസ് സിസ്റ്റത്തിനെ ഇത് ഗ്രാജുവലി ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഗ്രാജുവലി വീക്കാക്കി മാറ്റും. അതോടുകൂടി ഈ പാർക്കിൻസൺസ് ഡിസീസ് വന്നിട്ടുള്ള പേഷ്യൻറ്റിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം വരുന്ന സമയത്ത് അവരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ബോഡി ബാലൻസ്, ഈ കാര്യങ്ങളുടെ മുകളിൽ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ വരും. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോക്സിംഗ് ചാമ്പ്യന്മാരിൽ ഒരാളായിരുന്ന മുഹമ്മദ് അലിയൊക്കെ ഈ പാർക്കിൻസൺസ് ഡിസീസ് വന്നിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ മുഹമ്മദ് അലിയുടെ ഒക്കെ വിഷ്വൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആളിങ്ങനെ വിറച്ച് നടന്നു പോകുന്ന കുറേ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും പുള്ളിയുടെ ഒരു ലേറ്റർ ഏജിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ വരുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് നമ്മുടെ ശരീരത്തിന് മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രോഗ്രസീവ് ആയിട്ടാണ് വരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചും കൂടി ഓൾഡർ ഏജ് ആകുമ്പോഴാണ് ഇത് യൂഷ്വലി വരാറുള്ളത്. പക്ഷേ റെയർ കേസുകളിൽ ഇത് കുട്ടികളിലും ടീനേജേഴ്സിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാർക്കിൻസൺസ് ഡിസീസിന് നിലവിൽ പ്രത്യേകിച്ച് ക്യൂറൊന്നുമില്ല. പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെക്കാട്ടിലും കൂടുതലായിട്ട് പാർക്കിൻസൺസ് വരാൻ സാധ്യതയുള്ളത് പുരുഷന്മാർക്കാണെന്നാണ്. അതുപോലെ തന്നെ ഇടക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റഡിക്കകത്ത് പറയുന്നുണ്ട്, വളരെ റിഗ്രസ് ആയിട്ടുള്ള എക്സസൈസുകൾ ഈ പാർക്കിൻസൺസ് ഡിസീസിന്റെ എഫക്റ്റിനെ ഒരു പരിധി വരെയൊക്കെ കുറക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ പ്രോഗ്രഷനെ കുറക്കാൻ സഹായിക്കുന്നൊക്കെയുള്ള സ്റ്റഡി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി പാർക്കിൻസൺ ഡിസീസ് എങ്ങനെയാണ് ഇത് ഈ സംഗതി വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്തുള്ള നെർവ് സെൽസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്, ഒരു സബ്സ്റ്റാൻഡിയ നിഗ്ര എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയയിലുള്ള നെർവ് സെൽസ് ഡീജനറേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ് വരുന്നത്. അപ്പോൾ ഈ നെർവ് സെൽസ്
മരിക്കുകയോ അല്ലെങ്കിൽ അത് ഇമ്പയർഡ് ആവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോപ്പമിൻ എന്ന് പറയുന്നൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി ഇല്ലാതാവും. സോ ഈ ഡോപ്പമിനാണ് ബേസിക്കലി ബാക്കിയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ആയിട്ട് ഒപ്പം വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റുള്ള നെർവ്സിനെയും അതുപോലെ തന്നെ മസിൽ സെൽസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതോട് കൂടിയിട്ട് ഈ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡീംഡ് ഫോറസ്റ്റ് ആണ്. സോ ഈ ഡീംഡ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 5-നകത്തൊരു ന്യൂസ് വന്നിട്ടുണ്ട്. കംപ്ലൈയിങ് വിത്ത് ടോപ്പ് കോർട്ട് ഓർഡർ സെൻറ്റർ മേക്സ് ഡീംഡ് ഫോറസ്റ്റ് റിപ്പോർട്ട് പബ്ലിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി ഇത് നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ടോപ്പിക്കാണിത്. അതിനകത്ത് എസ്പെഷ്യലി ഈ ഗോദവർമ്മൻ തിരുമുൽപ്പാട് എന്ന് പറയുന്നൊരു കേസ് ഉണ്ടായിരുന്നു 1996. ആ കേസിൻ്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡീംഡ് ഫോറസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് ഡീംഡ് ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററൽ സെൻസിൽ അല്ലെങ്കിൽ ഡിക്ഷണറി മീനിങ്ങിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ്. സോ അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിക്ഷണറി ഡെഫിനേഷനിൽ പെടുന്ന ഫോറസ്റ്റുകൾ പക്ഷേ ഒഫീഷ്യലി ഫോറസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ടാവും. അതൊരു കാടായിരിക്കും, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒന്നും ഡെസിഗ്നേഷനകത്ത് അതിനെ ഒരു ഫോറസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒഫീഷ്യലി അതൊരു ഫോറസ്റ്റ് ആയിരിക്കില്ല, പക്ഷേ ഇൻ ഡിക്ഷണറി മീനിങ്ങിൽ അത് ഫോറസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാടുകളെയാണ് ഡീംഡ് ഫോറസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 അനുസരിച്ച് ഈ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസ് മാത്രമാണ് ഫോറസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിനകത്താണ് സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനെ ഒഫീഷ്യൽ ഡോക്യുമെൻസിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ ഫോറസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസിനെ മാത്രമല്ല ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റുക. ഫോറസ്റ്റ് എന്നുള്ള വാക്കിന് നമ്മൾ അതിൻ്റെ ഡിക്ഷണറി മീനിങ് ആണ് എടുക്കേണ്ടത്. അതായത് കാടായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ഫോറസ്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് അതിൻ്റെ ഓണർഷിപ്പ് ആരുടെയാണ്? അത് ചിലപ്പോൾ പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ ഒരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരിക്കാം. പക്ഷെ അത് കാടായിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അത് ഫോറസ്റ്റ് ആയിട്ട് കണക്കാക്കണം എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് ഡീംഡ് ഫോറസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കോ കാര്യങ്ങളൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേസിന് ശേഷം സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡീംഡ് ഫോറസ്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് ഈ ഡീംഡ് ഫോറസ്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ഓർത്തിരിക്കുക, ഡീംഡ് ഫോറസ്റ്റ് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ നമ്മുടെ നിയമങ്ങളിലൊന്നുമില്ല. ഈ ഒരു ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ടോട്ടൽ ഫോറസ്റ്റ് കവറിൻ്റെ ഏകദേശം 1% മാത്രമാണ് ഈ പറയുന്ന ഡീംഡ് ഫോറസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫോറസ്റ്റ് ആയിട്ടൊരു സ്ഥലത്തിനെ കണക്കാക്കി കഴിഞ്ഞാൽ അത് നോൺ ഫോറസ്ട്രി പേർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം മാറ്റി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർണാടകയും ഒഡീഷയൊക്കെ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഡീംഡ് ഫോറസ്റ്റ് കുറച്ച് കൂടുതലുള്ളത്. ഇപ്പോൾ കർണാടകയ്ക്ക് കുറച്ച് മുമ്പ് അവരുടെ സ്റ്റേറ്റിൽ ഡീംഡ് ഫോറസ്റ്റ് ഉണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളെ ഈ ഫോറസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഡെവലപ്മെൻറ്റൽ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പബ്ലിക് സേഫ്റ്റി ആക്ട് ആണ്, അല്ലെങ്കിൽ PSA എന്ന് പറയും. ഈ പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിലവിലുള്ള ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ ആണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ എല്ലാ കാലത്തും പൊളിറ്റിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഒപ്പോണൻസിനൊക്കെ ജയിലിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് പബ്ലിക് സേഫ്റ്റി ആക്ട്. ഇത് 1978 ജമ്മു ആൻഡ് കാശ്മീരിലെ നിയമസഭ പാസ്സാക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8-നകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 1978 ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷെയ്ഖ് അബ്ദുള്ള അവിടെ ഭരിക്കുന്ന സമയത്ത് അവർ പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ്. സോ അന്ന് ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള ടിംബർ സ്മഗ്ലിംഗ് തടയാനാണ് ഈ നിയമം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്രം ദി വെരി ബിഗിനിങ് ഈ പറയുന്ന പബ്ലിക് സേഫ്റ്റി ആക്ട് ഇന്ത്യയിലുള്ള മറ്റുള്ള എല്ലാ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻസ് ലോസും പോലെ തന്നെ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് വന്നത്, ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നാഷണൽ സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ NSA എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതിന് വളരെ സിമിലർ ആണ് ഈ പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിലൂടെ ജമ്മു ആൻഡ് കാശ്മീരിനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റുകയും അവരുടെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതാക്കുകയൊക്കെ ചെയ്ത സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിലവിലുണ്ടായിരുന്ന മിക്ക നിയമങ്ങളും അതിലൂടെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിലൂടെ പോലും റിട്ടൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് ഈ പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ഇത് ലഡാക്കിന് അപ്ലിക്കബിൾ അല്ല, ജമ്മു ആൻഡ് കാശ്മീരിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന്
ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റിൻ്റെ ത്രട്ടൻ ചെയ്യുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണങ്ങളുടെ പേരിലൊക്കെ ആളുകളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാൻ ഇത് ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നുണ്ട്. അത് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റിൻ്റെ പേരിലാണെങ്കിൽ 2 വർഷം വരെ ആളുകളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാം. പബ്ലിക് ഓർഡറിൻ്റെ പേരിലാണെങ്കിൽ 1 വർഷം വരെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാനുള്ള അധികാരം ഉള്ളത് ഡിവിഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഡിറ്റൻഷൻ ഓർഡർ പാസ്സാക്കേണ്ടത് എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇനി 2012 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രം ദി വെരി ബിഗിനിങ് ഇത് വലിയ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രായപൂർത്തിയാവാത്ത ആളുകളൊക്കെ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളൊക്കെ ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തതിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കുമായിരുന്നു. പക്ഷേ 2012 ഇതിന് വന്നിട്ടുള്ള അമെൻമെന്റ് അനുസരിച്ച് 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ ഈ നിയമം അനുസരിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്ത്യാസ് ആർട്ടിക് ഇംപെരേറ്റീവ് ആണ്. അതായത് ബേസിക്കലി ആർട്ടിക് റീജിയനിൽ ഇന്ത്യ ഇപ്പോൾ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കൂടുതൽ എക്സ്പെഡീഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 7 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ 2023-24 വിന്റർ സീസണിലാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിക്കിൽ ഒരു വിന്റർ എക്സ്പെഡീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യക്ക് ബേസിക്കലി ആർട്ടിക്കിലുള്ള നോർവേയുടെ ഭാഗമായിട്ടുള്ള സ്വാൽബാർഡ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ ഇന്റർനാഷണൽ ആർട്ടിക് റിസർച്ച് ബേസിനകത്ത് ഹിമാദ്രി എന്നുള്ള പേരിൽ ഇന്ത്യക്ക് ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അവിടെയാണ് ഈ വിന്റർ എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ ആർട്ടിക്കിൽ ഒരു വിന്റർ എക്സ്പെഡീഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക് റീജിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആർട്ടിക് റീജിയനിലുള്ള ഇന്ത്യയുടെ ഒരു ബന്ധത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അത് 1920 സ്വാൽബാർഡ് ട്രീറ്റി തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്വാൽബാർഡ് ട്രീറ്റി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്വാൽബാർഡ് എന്ന് പറയുന്ന പ്രദേശം ഇപ്പം നോർവേയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ആർട്ടിക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിക്കും അന്റാർട്ടിക്കയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ബേസിക്കലി പ്യുവർലി ഒരു ഇന്റർനാഷണൽ അരീനയാണ്. അതായത് അന്റാർട്ടിക്കയുടെ മുകളിൽ ഒരു രാജ്യത്തിനും ഒരു പെർട്ടിക്കുലർ രാജ്യത്തിനും ഉടമസ്ഥാവകാശമില്ല. അതുകൊണ്ട് തന്നെ ഏത് രാജ്യങ്ങൾക്കും അവിടെ റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആർട്ടിക് റീജിയൻ അങ്ങനെയല്ല. ആർട്ടിക് റീജിയനിലെ എല്ലാ പ്രദേശങ്ങളും ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന കാനഡയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നോർവേയുടെയോ അല്ലെങ്കിൽ റഷ്യയുടെ ഒക്കെ കൺട്രോളിലാണ് അല്ലെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷനിലാണ് ആർട്ടിക് വരുന്നത്. അപ്പോൾ ഈ സ്വാൽബാർഡ് എന്ന് പറയുന്ന പ്രദേശം നിലവിൽ നോർവേയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഈ സ്വാൽബാർഡ് ട്രീറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാൽബാർഡ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സോവറിനിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശം നോർവേക്ക് കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് സ്വാൽബാർഡ് ട്രീറ്റി. പക്ഷെ അതേസമയം ഈ സ്വാൽബാർഡ് ട്രീറ്റിക്ക് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇത് നോർവേയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണെങ്കിലും ഇതൊരു ഇന്റർനാഷണൽ ഏരിയ പോലെയാണ് വർക്ക് ചെയ്യുക. അതായത് സ്വാൽബാർഡ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് പോകണമെങ്കിൽ നമുക്ക് നോർവേയുടെ വിസ എടുക്കേണ്ട കാര്യം ഇല്ല. കാരണം ഏത് രാജ്യത്തിനും അവിടെ റിസർച്ചും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവിടെ കോൾ മൈനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വാൽബാർഡിൽ ഇന്ത്യയുടെയൊക്കെ റിസർച്ച് സ്റ്റേഷൻ കിടക്കാനുള്ള കാരണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സ്വാൽബാർഡ് ട്രീറ്റി വരുന്നത്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വന്നതാണെങ്കിലും ഇന്ത്യ അതിനകത്ത് തുടക്കം തൊട്ട് ഒരു പാർട്ടിസിപ്പൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2007 തൊട്ട് ഇന്ത്യ ഈ സ്വാൽബാർഡ് റീജിയനിൽ അല്ലെങ്കിൽ ആർട്ടിക് റീജിയനിൽ മൊത്തത്തിൽ റിസർച്ച് മിഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഇന്ത്യ പ്രധാനമായിട്ടും ആർട്ടിക്കിലുള്ള സയന്റിഫിക് എക്സ്പ്ലോറേഷനിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നതോട് കൂടിയിട്ട് അത് വലിയ രീതിയിൽ എക്കണോമിക്കകത്തും അതുപോലെ തന്നെ വെതർ പാറ്റേൺസിനകത്തൊക്കെ മാറ്റം വരുത്താൻ തുടങ്ങിയതോട് കൂടിയിട്ട് ആർട്ടിക് റീജിയനിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ആർട്ടിക് റീജിയനിലെ ഈ സ്വാൽബാർഡിലുള്ള ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷനാണ് ഹിമാദ്രി എന്ന് പറയുന്നതും കൂടി അറിഞ്ഞിരിക്കുക. ഇനി എന്തുകൊണ്ടാണ് ആർട്ടിക് റീജിയനിൽ ഇന്ത്യയുടെ ആക്ടിവിറ്റീസ് ഇപ്പോൾ വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണങ്ങൾ ഒന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആദ്യത്തെ വിസിബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും ആർട്ടിക് അന്റാർട്ടിക് ഒക്കെ പോലുള്ള പ്രദേശങ്ങളിലാണ്. സോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യനെ ബാധിക്കുക അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയൻ എക്കോസിസ്റ്റത്തിനൊക്കെ എങ്ങനെയാണ് ബാധിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. മറ്റൊന്ന് സാമ്പത്തിക താല്പര്യങ്ങളാണ്. സാമ്പത്തിക താല്പര്യങ്ങൾ എന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റിയുടെ കാര്യങ്ങളാണ്. അതായത് ഈ ആർട്ടിക് റീജിയൻ്റെ തൊട്ട് നോർത്തായിട്ടാണ് ആർട്ടിക് ഓഷൻ കിടക്കുന്നത്. ആർട്ടിക് ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഐസ് മൂടിക്കിടക്കുന്ന ഒരു സമുദ്രമാണ്. പക്ഷേ ഈ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചതോട് കൂടിയിട്ട് ഇവിടുത്തെ ഐസ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിലൂടെയുള്ള ഷിപ്പിംഗ് അല്ലെങ്കിൽ അതിലുള്ള മാരിടൈം ട്രേഡ് ഇപ്പോൾ പോസിബിളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിക് വഴിയുള്ള ഈ ഒരു മാരിടൈം ട്രേഡ് റൂട്ടിനെയാണ്
നോർത്തേൺ സീ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോർത്തേൺ സീ റൂട്ട് ഓപ്പൺ അപ്പ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെയൊക്കെ ഇന്റർനാഷണൽ ട്രേഡിനെ ഇത് ഹെൽപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇനി അതുപോലെ തന്നെ ചില ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ റൈവലായിട്ട് നമ്മൾ കണക്കാക്കുന്ന ചൈന ആർട്ടിക്കിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് ഓവർ ദി ഇയേഴ്സ് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലേറ്റ് ആയി കഴിഞ്ഞാൽ, ഒരു ലേറ്റ് കമർ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന നോർത്ത് സീ റൂട്ടിലേക്കൊക്കെയുള്ള നമ്മുടെ ആക്സസ് ഫ്യൂച്ചറിൽ മേ ബി ചൈന കാരണം റെസ്ട്രിക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിനകത്തേക്ക് ഇന്ത്യ ഒരു പുറന്തള്ളപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റിസോഴ്സസിലേക്കുള്ള സ്ട്രാറ്റജിക് ആക്സസ്. കാരണം ഈ ആർട്ടിക് റീജിയൻ എന്ന് പറയുന്നത് ഐസ് മൂടി കടന്നിരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള മിനറൽ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും, അല്ലെങ്കിൽ റിസോഴ്സസിന്റെ മൈനിങ് പോലുള്ള കാര്യങ്ങളൊന്നും അധികമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ റഷ്യ പോലുള്ള അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ആർട്ടിക്കിൽ ഐസ് മെൽറ്റ് ആകാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഈ റിസോഴ്സസിലേക്കുള്ള ആക്സസ് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. അപ്പോൾ അതും ഒരു ഇന്ത്യയുടെ താല്പര്യമാണ്. മറ്റൊന്ന് സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില താല്പര്യങ്ങളും ഇന്ത്യക്ക് ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡെവലപ്പിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. സോ ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഡെവലപ്മെന്റൽ പ്രൊജക്റ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആൻഡമാൻ നിക്കോബാറിൽ എന്ന് പറയുന്ന ഐലൻഡിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ തന്നെയാണ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് കിടക്കുന്നത് ഇവിടെയാണ്. സോ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്താണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദൂരത്ത് ഇത്രയും ഒരു സീരീസ് ഒരു 1400ഓളം വരുന്ന ഈ ഐലൻഡുകൾ ഇവിടെ 2 ഗ്രൂപ്പുകളായിട്ട് കിടക്കുന്നുകൊണ്ടുള്ള ഇന്ത്യക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, ലോകത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീ റൂട്ടുകളിലൊന്നാണ് മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ചോക്ക് പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷനെ പസഫിക് ഓഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീ റൂട്ടാണ് മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ മലാക്ക സ്ട്രൈറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ മൗത്തിലായിട്ടാണ് ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ അവരുടെ ഇന്റർനാഷണൽ ട്രേഡിനെ, എസ്പെഷ്യലി ചൈന മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും അതുപോലെ തന്നെ യൂറോപ്പുമായിട്ടുള്ള ട്രേഡിനൊക്കെ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മലാക്ക സ്ട്രൈറ്റിനെയാണ്. അപ്പോൾ നാളെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പറയുന്ന മലാക്ക സ്ട്രൈറ്റ് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുണ്ട്. അതുപോലെ തന്നെ ഈ മലാക്ക സ്ട്രൈറ്റിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചൈനയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഒരു ക്രാ കനാൽ എന്ന് പറയുന്നത്. തായ്ലൻഡിന്റെ ഭാഗമായിട്ടുള്ള ഈ പെനിൻസുലയിലൂടെ ആൻഡമാൻ സീനെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് തായ്ലൻഡിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള, അപ്പോൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നൊന്നുമില്ല, പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കനാലാണ് ക്രാ കനാൽ. ഈ ക്രാ കനാലിന്റെയും ഏകദേശം 650 കിലോമീറ്റർ അടുത്താണ് ആൻഡമാൻ നിക്കോബാർസ് കിടക്കുന്നത്. പിന്നെ ഈ ആൻഡമാൻ നിക്കോബാർസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് തായ്ലൻഡ് അതുപോലെ തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് മാരിടൈം ബോർഡർ ഷെയർ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മ്യാൻമാറൊക്കെ ആയിട്ട് ഇന്ത്യക്ക് മാരിടൈം ബോർഡർ വരുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആൻഡമാൻ നിക്കോബാർസിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ലൊക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി. മറ്റൊന്ന്, ഇത്രയും ഇന്ത്യയുടെ 1200 കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന ഈ ഐലൻഡ് ചെയിൻ ഇന്ത്യയുടെ കൺട്രോളിലായതുകൊണ്ട് തന്നെ UN ക്ലോസ് അനുസരിച്ച്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് അനുസരിച്ച് ഈ ഏരിയയിലേക്കും ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെയും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ഷെൽഫിന്റെയും മുകളിലുള്ള അധികാരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഈസ്റ്റ് ഏരിയയിൽ നിന്നുള്ള, എസ്പെഷ്യലി ചൈനയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യൻ ഓഷനിലേക്കുള്ള കടന്നുകയറ്റത്തിന് തടയാനുള്ള ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് ആൻഡമാൻ നിക്കോബാർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയുടെ നേവൽ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ട്രൈ സർവീസ് കമാൻഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരുപാട് മുമ്പ് തന്നെ നമുക്ക് ഒരു ആൻഡമാൻ ആൻഡ് നിക്കോബാർസ് കമാൻഡ് എന്ന് പറയുന്ന ഒരു ട്രൈ സർവീസ് കമാൻഡ് ആൻഡമാൻ നിക്കോബാർസിൽ കുറേ കാലം മുമ്പ് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ കാരണം ഇതൊരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആൻഡമാൻ നിക്കോബാർസിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് വളരെ ലിമിറ്റഡ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിലെ ലീഡേഴ്സിനുള്ള സ്ട്രാറ്റജിക് വിഷന്റെ ഒരു അഭാവമാണെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ആൻഡമാൻ നിക്കോബാർസ് എന്ന് പറയുന്നത് ഒരു ബയോ ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള മാസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് അത് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമാവും. വലിയ രീതിയിൽ ഈ പാരിസ്ഥിതിക പ്രവർത്തകർക്ക് അതിനെതിരായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ഉള്ളത് ഇന്റർമിനിസ്റ്റീരിയൽ ആയിട്ടുള്ള കോർഡിനേഷന്റെ ഒരു കുറവുണ്ട്. ഷോർട്ട് ടേം ഫോക്കസ്, അതായത് ഷോർട്ട് ടേം ഗോൾസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്
ഡെവലപ്മെന്റ് നടത്തിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഈ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കുക. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ അവിടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്ത് അവിടെയുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അവർ ഡിസ്പ്ലേസ്ഡ് ആവാതെ നോക്കണം. അപ്പോൾ അതും ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. ഇനി അവിടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആയിട്ട് പറയുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് മാരിടൈം സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ എസ്പെഷ്യലി ചൈനയുടെ ഗ്രോവിങ് നേവൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നേവൽ പ്രസൻസ് ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് സർവൈൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അപ്പോൾ എയർബോൺ സർവൈലൻസ് അതുപോലെ തന്നെ ഈ സീബോൺ സർവൈലൻസ് ഒക്കെ ഉള്ള കേപ്പബിലിറ്റീസ് നമ്മൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ വലിയ വിമാനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ലോങ്ങർ ആയിട്ടുള്ള റൺവേസ് അല്ലെങ്കിൽ നിലവിലുള്ള അവിടുത്തെ എയർ ഫെസിലിറ്റീസിന്റെ റൺവേയുടെ ഒക്കെ വലിപ്പം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്, ആൻഡമാനും അതുപോലെ തന്നെ നിക്കോബാറും, നോർത്തിലും സൗത്തിലും ആയിട്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പിലും സെപ്പറേറ്റ് പോർട്ടുകളും അതുപോലെ തന്നെ ഫ്യൂവൽ സ്റ്റോറേജ് ഫെസിലിറ്റീസും ക്രിയേറ്റ് ചെയ്യണം. കാരണം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ പോർട്ട് ബ്ലെയറിനെയാണ് എല്ലാവരും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട് നോർത്തിലും സൗത്തിലും ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ട്രൈ സർവീസ് കമാൻഡിനെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ മിലിറ്ററി കമാൻഡിനെ സ്ട്രെങ്തൻ ചെയ്യണം. പിന്നെ ഉള്ളത് മാരിടൈം എക്കണോമിയാണ്. ഈ ഏരിയയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർസിന്റെ ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗലാത്തിയ ബേ ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് എന്ന് പറയും. അപ്പോൾ ആ പ്രോജക്റ്റിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ആൻഡമാൻ നിക്കോബാർസിൽ ഒരു ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണൽ മാരിടൈം ട്രേഡിനകത്ത് ഇവർക്ക് ഇതൊരു താൽക്കാലിക ഇടത്താവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ സാധനങ്ങൾ കൊണ്ടിറക്കാം, അത് പിന്നീട് അവിടെ നിന്ന് എടുത്തിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത്തരത്തിലൊരു ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റിന് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ, ഇടയ്ക്ക് വെച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഈ ഷിപ്പുകൾ മാരിടൈം ട്രേഡിന്റെ ഭാഗമായിട്ട് വരുന്ന കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ലോജിസ്റ്റിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള റോബസ്റ്റ് ആയിട്ടുള്ള മാരിടൈം സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കണോമിക്കലി ബെനിഫിഷ്യൽ ആയിട്ട് മാറും. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർസിന് അകത്തുള്ള കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. അതായത് അവിടുത്തെ റോഡ് നെറ്റ്വർക്കുകൾ ബെറ്റർ ആക്കുക. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഫെറി സർവീസുകൾ, ഈ ഐലൻഡുകളെ കണക്ട് ചെയ്യുന്ന ഹൈ സ്പീഡ് ഫെറി സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള രാജ്യങ്ങളെ ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ഡെവലപ്മെന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ കുറക്കാൻ പറ്റും. അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറാൻ പറ്റും. ഈ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് ഇതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഫോക്കസ് ഏരിയാസ് ആയിട്ട് ഈ മേഖലയിൽ പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് എൽ ഫാഷർ അല്ലെങ്കിൽ അൽ ഫാഷർ എന്ന് പറയുന്ന പ്രദേശമാണ്. സോ ഇപ്പോൾ ഈ എൽ ഫാഷർ അല്ലെങ്കിൽ അൽ ഫാഷർ എന്നും പറയും. ഈ പ്രദേശം കിടക്കുന്നത് സുഡാന്റെ ഭാഗമായിട്ടുള്ള ഒരു നോർത്ത് ഡാർഫൂർ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഈ ഒരു പ്രദേശത്തിനെയാണ് ഡാർഫൂർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയന്റെ ക്യാപിറ്റലാണ് ഈ പറയുന്ന അൽ ഫാഷർ അല്ലെങ്കിൽ എൽ ഫാഷർ എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാരവാൻ പോസ്റ്റ് ആണ്, ഒരു ട്രേഡ് റൂട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി അതുകൂടാതെ ഈ പറയുന്ന എൽ ഫാഷറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള സെറിയൽസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് പോയിന്റും കൂടിയാണ് എൽ ഫാഷർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.